ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് പനാജിയുടെ എതിർവശത്തായിട്ട് ഉള്ള ഒരു ഗ്രാമത്തിലേക്കാണ്. റെയ്സ് മാഗോസ് ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർട്ടുണ്ട്. അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. റെയ്സ് മാഗോസ് ഫോർട്ടിലേക്ക് പനാജിയിൽ നിന്നും 8 കിലോമീറ്റർ ദൂരമുണ്ട്. ഞങ്ങൾ ഓൾഡ് ഗോവയിൽ നിന്നാണ് പുറപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 12 കിലോമീറ്ററോളം ദൂരമുണ്ട്. ബൈബിളിൽ നിന്നുള്ള 3 ജ്ഞാനികളുടെ പോർച്ചുഗീസ് പേരാണ് റെയ്സ് മാഗോസ് എന്നുള്ളത്. ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ചർച്ച്. തൊട്ടടുത്തായിട്ടാണ് ഫോർട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ബൈക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്തു. നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഈ ഭാഗമൊക്കെ നമ്മൾ ഒട്ടുമിക്ക സിനിമയിലും കണ്ടിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ചില സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം. ഈ ഗോവ ബേസ് ചെയ്ത് സിനിമ എടുത്തേക്കുന്ന പല സിനിമകളിലും ഈ ലൊക്കേഷൻ ഉണ്ട്. ഈ കായൽക്കരയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫോർട്ടാണിത്. ഇതിൻ്റെ ഈ അടിഭാഗത്തൊക്കെ തറകളാണ്. നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അവിടെ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് വേണം കോട്ടയിലേക്ക് പ്രവേശിക്കാനായിട്ട്. കോട്ടയിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ പള്ളി ഒന്ന് പോയി കാണാം. ഈ കാണുന്നതാണ് പള്ളിയുടെ ഉൾഭാഗം. നമ്മളിവിടെ കയറുമ്പോൾ ഒരു ദേവാലയത്തിൽ കയറുന്ന മര്യാദയോടുകൂടി തന്നെ വേണം ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. തൊപ്പിയൊക്കെ തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റിയിട്ട് വേണം കയറാൻ. നമ്മൾ ഈ പള്ളി കണ്ടിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്ക് ഈ കോട്ടയുടെ പ്രവേശന കവാടത്തിലേക്ക് പോകാം. ഇപ്പോൾ അങ്ങോട്ട് കയറുന്ന വഴിക്ക് തന്നെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റിയുടെ നമ്മൾ എടുത്തേക്കുന്ന ടിക്കറ്റ് കാണിച്ചിട്ട് വേണം കയറാനായിട്ട്. പഞ്ചീമിന് അഭിമുഖമായി മണ്ടോവിയുടെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന രണ്ടാമത്തെ ചെറിയ കോട്ടയാണ് റെയ്സ് മാഗോസ് കോട്ട. പോർച്ചുഗീസ് ഗോപുരങ്ങളാൽ പൊതിഞ്ഞ ഉറപ്പുള്ള ലാറ്ററൈറ്റ് മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ കോട്ട. 1551 മണ്ടോവി അഴിമുഖത്തിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം സംരക്ഷിക്കുന്നതിനായിട്ടാണ് ഇത് സ്ഥാപിച്ചത്. പിന്നീട് വിവിധ അവസരങ്ങളിൽ ഇത് വിപുലീകരിക്കുകയും ഒടുവിൽ 1707 പുനഃസ്ഥാപിക്കുകയും ചെയ്തു. 18ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഹിന്ദു മറാഠകൾക്കെതിരായ യുദ്ധങ്ങളിൽ കോട്ടയിൽ പണ്ട് വൈസ്രോയിമാരെയും മറ്റ് പ്രമുഖരെയും പാർപ്പിച്ചിരുന്നു. കോട്ട ഒരു ജയിലായി ഉപയോഗിച്ചു. നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകളുണ്ട്. കയറുമ്പോൾ തന്നെ 2 സൈഡിലായിട്ട് സെല്ലുകൾ കാണാം. ഈ കോട്ട പണ്ട് കാലത്ത് വൈസ്രോയിമാരുടെ വസതിയായി ഉപയോഗിക്കുകയും പിന്നീട് ഇത് കോട്ടയാക്കി മാറ്റുകയും ചെയ്യുകയാണ് ഉണ്ടായത്. 1798 1813 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സൈന്യം കൈവശപ്പെടുത്തി. ഇത് പിന്നീട് സൈന്യം ഉപേക്ഷിക്കുകയും 1993 വരെ ജയിലായി പ്രവർത്തിക്കുകയും ചെയ്തു. 1493 ബീജാപ്പൂരിലെ ആദിൽ ഷായുടെ സായുധ സേനാ കേന്ദ്രമായിട്ടാണ് ഈ കോട്ട തുടങ്ങിയത്. 1541 പോർച്ചുഗീസുകാർ ബർദേസ് കീഴടക്കിയപ്പോൾ പള്ളിയോടൊപ്പം ഈ കോട്ടയും പണിതു. 1900 മുതൽ അതിൻ്റെ പ്രതിരോധപരമായ പങ്ക് നഷ്ടപ്പെടുകയും ജയിലായി ഉപയോഗിക്കുകയും ഒടുവിൽ 1993 ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഇത് തകരാൻ തുടങ്ങി. UK ആസ്ഥാനമായ ഹെലൻ ഹാലിം ട്രസ്റ്റ് സ്മാരകങ്ങളുടെ പുനരുദ്ധാരണം കൈകാര്യം ചെയ്യുന്ന സർക്കാർ ഇതര സംഘടനയും ഗോവ സർക്കാരും നൽകുന്ന ഫണ്ട് ഉപയോഗിച്ച് 2008 കോട്ടയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കോട്ട ഇപ്പോൾ ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറ്റിയിരിക്കുകയാണ്.
കൂടാതെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. പഴയ കാലത്തെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്, അതിൻ്റെ ചരിത്രമൊക്കെ പറയുന്ന ഫോട്ടോസൊക്കെ ഇവിടെ തൂക്കിയേക്ക് നമുക്ക് കാണാം. ഈ കോട്ടയുടെ ഒരു മിനിയേച്ചർ രൂപം തടിയിൽ ഇവരിവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അത് നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അടുത്ത ഒരു റൂമിലേക്ക് പോയി നോക്കാം. അതുപോലെ ഇത് കണ്ടില്ലേ, നമുക്ക് ഇവിടെ ഒരു 3-4 ഭീരങ്കി ദൂരെ കാണുന്ന ആ കടലിലേക്ക് ഇവർ വെച്ചിരിക്കുകയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിന്ന് വാച്ച് ചെയ്യാനുള്ള ഒരു വാച്ച് ടവറാണ് ഈ കാണുന്നത്. ഇതിന്റെ 4 മൂലയ്ക്ക് ഇതുപോലുള്ള വാച്ച് ടവറുകളുണ്ട്. അതുപോലെ ഭീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കയറി വരുന്ന വഴിക്ക് ടൂറിസ്റ്റുകളായി വന്നിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങ് ദൂരെ ഒരു സൈഡിൽ കടലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോകാം. ഞാൻ നേരത്തെ കാണിച്ച ആ സ്ഥലത്തേക്കാണ് നമ്മളിനി പോകുന്നത്. അവിടെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഇനി ഈ വഴി നമുക്ക് താഴേക്ക് ഇറങ്ങി പോകണം. ആ സൈഡിലായിട്ടാണ് ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പം ഞാനിതിങ്ങനെ ഷൂട്ട് ചെയ്ത് ഇറങ്ങിപ്പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, ചേട്ടാ അത് ഷൂട്ട് ചെയ്യരുത്, ഒരു പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതുകൊണ്ട് അതിൻ്റെ വിഷ്വലൊന്നും പുറത്തു പോകാൻ പാടില്ല. അപ്പോൾ കുറച്ച് ഭാഗം മാത്രം ഇത്രയും നമുക്ക് കിട്ടിയുള്ളൂ. ആ ഭാഗത്തേക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അടിയിൽ മൊത്തം നല്ല അറകളാണ്. അപ്പോൾ ആ ഭാഗമൊക്കെ ഇപ്പോൾ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഒരു തെലുങ്ക് മൂവിയാണ് നടക്കുന്നതെന്നാണ് പറഞ്ഞത്. നമ്മൾ അപ്പുറത്തെ ആ സൈഡിൽ കൂടെ കയറി വരികയും ഇതിലെയാണ് എക്സിറ്റ്, പുറത്തേക്ക് പോകാനുള്ള വഴിയും ഉള്ളത്. അപ്പോൾ ഈ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നതുകൊണ്ട് പലരും ഇതിലെ തന്നെ തിരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ ബ്രേക്ക് ആ ഷൂട്ടിങ്ങിനിടയ്ക്ക് കിട്ടിയ സമയത്ത് ഞാൻ ഇതിലേ തന്നെ താഴേക്ക് ഇറങ്ങി പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു സ്ഥലത്തേക്ക് ഇനി പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളുമായി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.